everyone, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി പ്ലസ് ക്രൂഡ് ഓയിലിൻ്റെ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ആൻഡ് ലെവൽസ് ലേണിംഗ് പേപ്പേഴ്സ് ലെവൽസ് ആണ്. ഞാൻ ചെയ്യാൻ നമ്മൾ സ്ട്രാറ്റജി നിഫ്റ്റി അനാലിസിസ് അടക്കാം. ഫസ്റ്റ് നിഫ്റ്റി ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തായിരുന്നു എന്തായിരുന്നു ഈ ടൈപ്പ് ഓഫ് ഡയഗണൽ പാറ്റേൺ, റൈറ്റ്? ഈ ഡയഗണൽ പാറ്റേൺ ആയിരുന്നു നമ്മൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തായിരുന്നു. യെസ്, ആൻറ്റി ഡയഗണൽ പാറ്റേൺ ആണ്, ലീഡിങ് ആണ്, ഫാളിംഗ് വെജൊക്കെയാണ്. ബട്ട് യെസ്, നമ്മുടെ രണ്ട് മൂന്ന് ഒരു സിനാരിയോസിന് ഏതാണ് അത് പറഞ്ഞു തരാം. ഫസ്റ്റ് പ്രോപ്പർലി നമുക്ക് ഇത് ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡയൽ പാറ്റേൺ ആയിരുന്നു, ലീഡിങ് ഡയൽ അല്ല, എൻഡി ഡയൽ പാറ്റേൺ തന്നെ ആയിരുന്നു. സി വേവിൽ മോസ്റ്റ്ലി എൻഡി ഡയൽ പാറ്റേൺ തന്നെയാണ് ഫോം ചെയ്യാറുള്ളൂ. സി വേവിൽ നമ്മൾ താഴെ നിന്ന് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കാൻ എ ബി സി അല്ല, ഇവിടുന്ന് ഡബിൾ ബോട്ടം അല്ലേ, സോ എ ബി സി, സിയുടെ സി 5 മൂവ്സ് കഴിഞ്ഞാൽ പ്രോപ്പർലി 5 മൂവ്സ് ഉണ്ടായിരുന്നല്ലോ. 1 2 3 4 ആൻഡ് ദെൻ 5 കണ്ടോ? ഒന്നുകൂടി ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഇത് ഇങ്ങനെയായിരുന്നു 1 2 3 4 and 5. ഫിഫ്ത്ത് വേവിൽ സിയുടെ ഫിഫ്ത്ത് വേവിൽ എന്തായിരിക്കും? സിയിൽ എപ്പോഴും ഫോം ചെയ്യുന്നത് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ആൻറ്റി പാറ്റേൺ ചെയ്യും. ഓക്കെ, ആൻറ്റി പാറ്റേൺ ഇത് ഫോം ചെയ്തു ആൻഡ് പ്രൈസ് സഡൻലി നെക്സ്റ്റ് ഡേ ഗ്യാപ് ഡൗൺ ആയി. ഓക്കെ, ഫാളിംഗ് വെജ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം ഞാൻ പറഞ്ഞു തരാം. അത് നമ്മുടെ ഇതുണ്ടല്ലോ പ്രൈസ് ആക്ഷൻ ബേസ്ഡ്, അതിലാണ് കൂടുതലായിട്ട് ഫോം ചെയ്ത ഫാളിംഗ് വെജ് ഓർ റൈസിങ് വെജ്. ഓക്കെ, ബട്ട് നമ്മുടെ ഡയഗണലിൽ ആൻറ്റി ലീഡിങ് വ്യത്യാസം എന്താണെന്ന് അറിയാമോ? ഇൻ എലിറ്റ് വേവ് തിയറി ലീഡിങ് ഡയൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മൂവ്സ് നമുക്ക് 5 3 5 and 3 മൂവ്സ് ഉണ്ടാവും. എൻഡിങ് ഡയലിൽ 3 മൂവ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്ലസ് പോയിൻ്റ് എന്താണ് കൂടുതൽ പറയാനുള്ളത്? ടൈമിംഗ് നമുക്ക് അറിയാൻ പറ്റും. 5 ഈ മൂവ്സ് കഴിയാതെ ഇതിനകത്ത് 5 മൂവ്സ് ആണ്, 1 2 3 4 5 5 മൂവ്സ് കഴിയാതെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. ദറ്റ് മീൻസ് പ്രൈസ് കംപ്ലീറ്റ് ആയോ, ഡയഗണൽ പാറ്റേൺ കംപ്ലീറ്റ് ആയോ. സോ മൂവ്സ് ആണ് റിയലി ശരിക്കും ക്യാപ്ചേർഡ് ചെയ്യണമെങ്കിൽ ഇൻറ്റേർണൽ മൂവ്സ് നമ്മൾ കൗണ്ട് ചെയ്യണം. ഇൻറ്റേർണൽ മൂവ്സ് ഇതിൻ്റെ അകത്ത് 1 2 3 4 5 മൂവ്സ് ഇവിടെ കംപ്ലീറ്റ് ആയപ്പോൾ ആണ് നമുക്ക് കൺഫേം ചെയ്യാൻ, നമുക്ക് ഈ മീൻസ് നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടും. ദാറ്റ് മീൻസ് പ്രൈസ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി, ഇനിയാണ് ആക്ഷൻ എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഫാളിംഗ് വെജ് നിങ്ങൾ ഇവിടെ തന്നെ തീർന്നിട്ടുണ്ടാവുള്ളത്. ഇവിടെ ഒത്തിരി പേര് ഇവിടെ തന്നെ ഫാളിംഗ് വെജ് റൈസിങ് വെജ് കംപ്ലീറ്റ് ആയി. ഓക്കെ, വെജ് നമ്മുടെ ഇതാണ്. ബട്ട് നമ്മുടെ ആസ് പെർ എലിയറ്റ് വേവ് തിയറി എന്താ പറയണേ? പ്രൈസിൽ ഇൻറ്റേർണൽ മൂവ്സ് കൗണ്ട് ചെയ്യണം. പ്രൈസിൽ ഇൻറ്റേർണൽ മൂവ്സ് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ പ്രൈസ് ഫുൾ കംപ്ലീറ്റ് ആവത്തില്ല. ഓക്കെ, അതാണ് വ്യത്യാസം നമ്മുടെ പ്രൈസ് ആക്ഷൻ ആൻഡ് എലിയറ്റ് വേവ് തിയറി. പ്രൈസ് ആക്ഷൻ വർക്കിംഗ് ആണ്, ഇല്ല ഞാൻ പറയണില്ല. ബട്ട് യെസ്, മൂവ്സ് ആണ് മോസ്റ്റ്ലി ഇൻറ്റേർണൽ മൂവ്സ് ആണ് ആസ് പെർ മീ കൂടുതലായിട്ട് നമുക്ക് വാല്യൂബിൾ ആണ്. ഓക്കെ, എത്ര ടൈമിൽ ഇത് താഴേക്ക് വരും അത് അപ്കമിങ് ടൈമിൽ ഞാൻ ഡിസ്കസ് ചെയ്യും. എത്ര ടൈമിൽ താഴേക്ക് വരണം, അങ്ങനെയൊക്കെ റൂൾസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് എന്താ പറയുന്നത്? പ്രൈസ് ഇപ്പോൾ ഫോളോ ചെയ്ത് എങ്ങനെ 1 2 3 4 5 ആയിട്ട്. ഓക്കെ, എയുടെ ഫോളാണ് ഇത് വന്നേക്കുന്നത്. ഇതാണ് എലിയറ്റ് വേവ് തിയറി. എലിയറ്റ് വേവ് തിയറി എപ്പോഴും എയുടെ ഫോള് 3 to 5 മൂവ്സ് ആണ്. ഇത് 5 മൂവ്സ് ആണ് കാണുന്നത്. ഇത് കണ്ടോ? 1 2 3 4 and 5. ഓക്കെ, 5 മൂവ്സ് ആയി. ദാറ്റ് മീൻസ് എ കംപ്ലീറ്റ് ആയി. ആൻഡ് ദെൻ ഷാർപ്പ് വരുന്ന ബിയുടെ ബൗൺസ് എത്ര വരാവുള്ളൂ ശ്രദ്ധിക്കുക. ഇത് ലേണിംഗ് ആണ്. ഞാൻ ഇതൊന്നും ഷെയർ ചെയ്യുന്നില്ല. അദ്ദേഹം മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യാൻ പോകുമോ ഓർ മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെ പോകും, ഞാൻ ഇത് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നത് ലേണിംഗ് ആണ്. ഓക്കെ, ലേണിംഗ് എന്താ പറയണേ? ബിയുടെ ബൗൺസ് വരണം. ബിയുടെ ബൗൺസ് എന്താണ്? 61.80% to 81.61. ഇപ്പോൾ 50%ലാണ് കിടക്കുന്നത്. ബട്ട് ബിയുടെ ബൗൺസ് എന്താ പറയുന്നത്? 61.80% to 81.20% എന്തായാലും പോകാറുണ്ട്. അതാണ് റൂൾ പറയുന്നത് എലിയറ്റ് വേവിൽ. ഓക്കെ, 81 സോ ദാറ്റ് മീൻസ് 5 ചാൻസസ് ഉണ്ട് ഇത്ര വരെ മുകളിലേക്ക് പോകും മൺഡേ മേ ബി ചാൻസസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ അവിടുന്ന് താഴേക്ക് സീഡ് ഫോൾ തരും. മനസ്സിലായോ? ശ്രദ്ധിക്കുക. ആൻഡ് ദെൻ താഴേക്ക് എന്ത് ചെയ്യും? സീഡ് ഫോൾ തരും. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് എങ്ങനെ കാണിച്ചു തരട്ടെ. ഇപ്പോൾ ഇത് വന്നത് ഫുൾ എയുടെ ഫോളാണ്, റൈറ്റ്? ഇവിടെ വരെ. എന്തിന് ബിയുടെ ബൗൺസ് ഓൺ ഗോയിങ് ആണ്. ബിയുടെ ബൗൺസ് ഇത്ര വരെയൊക്കെ വരാവോ. ഓക്കെ, ഇത്ര ഓർ ബ്ലാക്ക് ടച്ച് വീണ്ടും. ഓക്കെ, അവിടെ വരെയൊക്കെ പോകും. ആൻഡ് ദെൻ വീണ്ടും സീഡ് ഫോൾ തരും. അങ്ങനെയാണ് റൂൾ പറയുന്നത്. നമുക്ക് ഇവിടെ വരെ വരിക, താഴെ വരിക, അത് നമുക്ക് വീണ്ടും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. മേ ബി ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് കാണാം. ആൻഡ് ദെൻ വീണ്ടും ഇപ്പോൾ താഴെ പ്രൈസ് വീണ്ടും ഫോൾ ചെയ്യും. അങ്ങനെയാണ്. ബട്ട് ബുള്ളിഷ്നെസ് എപ്പോഴാകുക? ബുള്ളിഷ്നെസ് ഇനി ഇതിൻ്റെ അഭാവം മാത്രം. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആയി. സോ ഗ്യാപ്പ് അപ്പ് ആയി ആകുമ്പോൾ ശ്രദ്ധിക്കുക, പ്രൈസ് ഇതിൻ്റെ അഭാവം പോവുകയാണെങ്കിൽ മാത്രമേ സസ്റ്റെയിൻ ആവണം. 24,190 അബവ് പ്രൈസ് റെഗുലർലി സസ്റ്റെയിൻ ആവണം. എന്നിട്ട് നമുക്ക് പറയാനുള്ളത് ഓക്കെ, ഇത് ഫോൾ ഇവിടെ തന്നെ കഴിഞ്ഞു ആൻഡ് പ്രൈസ് നെക്സ്റ്റ് ബുള്ളിഷ്നെസ്സിലേക്ക് സ്റ്റാർട്ടായി. ഓക്കെ, സോ ബാക്കി ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇനി താഴത്തെ ലെവലിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ എന്തായിരിക്കും. ഓക്കെ, ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ പ്രൈസ്, സോ ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമുക്കിത് ഫിബൊനാച്ചി ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, മസ്റ്റായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇത്രയ്ക്ക് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കൊടുക്കാനുണ്ട്. പ്ലീസ് എല്ലാവരും മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. സോ ഇനി ഫോൾ താഴേക്ക് ഫുർദർ വരികയാണെങ്കിൽ 38.20% ഗ്രീൻ ആക്കി മാർക്ക് ചെയ്തേക്കണം. സപ്പോർട്ട്സ് ആണ് 50%, 61.80 ഫോർ ദ ഫോൾ. അങ്ങനെ
മാർക്ക് ചെയ്ത് വെച്ചേക്കും കേട്ടോ. ബാക്കി കൂടുതൽ ലെവൽ 61.80%, 81.80% വരാനുള്ള ചാൻസസ് മാർക്കറ്റിൽ ഉണ്ടാകും. ആൻഡ് ദെൻ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ ദെൻ നമുക്ക് സി കംപ്ലീറ്റ് ആകും. എന്നിട്ടേ നമുക്ക് ഫർദർ ബുളിഷ്നെസ് നോക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ അബവ് 24,190 അബവ് പ്രൈസ് റെഗുലർലി സസ്റ്റെയിൻ ആവണം. ഓക്കെ, സോ ഫോളോയിങ് വെച്ച് ആൻഡ് നമ്മുടെ ഈ എന്താണ് ഡയഗണൽ പാറ്റേൺ ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, ഹോപ്പ് സോ. ഇനി നമുക്ക് ക്രൂഡ് ഓയിൽ അനാലിസിസ് എടുക്കാം. ക്രൂഡ് ഓയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല, ന്യൂസ് ബേസ്ഡ് ആണ്. ആൻഡ് ദെൻ ബിഗർ ടൈം ഫ്രെയിം ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. അനാലിസിസ് റെസിസ്റ്റൻസ് ആണ് ഇത്. ഇതിൻ്റെ അബവ് മാത്രമേ പ്രൈസ് പോയാൽ ഫോർദർ അപ്സൈഡ്. അല്ലെങ്കിൽ ബിഗർ ടൈം ഫ്രെയിം അനാലിസിസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ലാസ്റ്റ് വീഡിയോകളിൽ മസ്റ്റായിട്ട് കാണണം. ഇതിൻ്റെ അകത്താണ് പ്രൈസ് ഉള്ളത്. ഓക്കെ, ക്രൂഡ് ഓയിലിൻ്റെ നാച്ചുറൽ ഗ്യാസ് NG. ഓക്കെ, ബിഗർ ടൈം ഫ്രെയിമിൽ ഇതിനകത്തൊന്നുമില്ല. സൈഡ് വേസ് നമുക്ക് നോക്കാം. ഇപ്പോൾ സൈഡ് വേസ് ആണ് ഇപ്പോൾ പ്രൈസ് പോകുന്നത്. ബുള്ളിഷ്നെസ് നോക്കാനാണെങ്കിൽ NGയിൽ ഇതിൻ്റെ അബവ് മാത്രമേ. ഇത് ഐ തിങ്ക് A, B and Cയുടെ കത്താണ്. ഓക്കെ, A, B and Cയുടെ ഫോളോ 1, 2, 3 കംപ്ലീറ്റ് ആയ ബിയറിഷ്നെസ് ഇതിൻ്റെ അബവ്. ഓക്കെ, ആൻഡ് സ്മോൾ ടൈം ഫ്രെയിമിൽ ബുള്ളിഷ്നെസ് ഇതിൻ്റെ അബവ്. ഐ തിങ്ക് ABC കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് യെസ് 1 hour ചാർട്ടാണ്. ഐ ഫീൽ സോ ഇത് A, B, C ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി ബുള്ളിഷ്നെസ് ഇതിൻ്റെ അബവ് അല്ലെങ്കിൽ ബിയറിഷ്നെസ് ഇതിൻ്റെ അബവ്. ഈ പ്രൈസ് ചിലപ്പോൾ ഇവിടെ നിന്ന് കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. ഓക്കെ, C കംപ്ലീറ്റ് ആയി. ഐ ഫീൽ സിയുടെ അകത്ത് 3 moves 1, 2, 3 ഇതന്നെ. ഇനി ഈ റേഞ്ച് തന്നെ മാർക്ക് ചെയ്യാവുള്ളൂ കേട്ടോ ഇതിനകത്ത്. ഇനി നിഫ്റ്റി കഴിഞ്ഞ് ബാങ്ക് നിഫ്റ്റി നോക്കാം. BNF വെരി ഗുഡ്. BNF നമുക്ക് നോക്കാനുള്ളത് പ്രൈസ് സപ്പോർട്ട്സ് ഓൾറെഡി മാർക്ക്ഡ് ആണ്. റെസിസ്റ്റൻസ് BNFൽ നമ്മുടെ ഇതാണ് കേട്ടോ. ഇതാണ് BNF. ഓക്കെ, ബാക്കി ലെവൽസ് ഞാൻ ഇതിനകത്ത് ഒന്നും തരുന്നില്ല, ആവശ്യമില്ല. ഐ തിങ്ക് സോ, കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ബാക്കി ഫോർ ദ ലെവൽസ് BNF മേ ബി സൈഡ് വേസ് ടു ഇത് തന്നെ ആയിരിക്കുള്ളൂ. ഇതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും. ദെൻ പിന്നെ സപ്പോർട്ട് തിരിച്ച് കീഴുള്ളതാണെങ്കിൽ നമുക്ക് അപ്പ് സൈഡ് നോക്കാം ഇതിനകത്ത്. ഓക്കെ, സെൻസെക്സ് പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. സെൻസെക്സ് ഇപ്പോൾ ഡിഫറെൻറ്റ് വേ ആണ് സെൻസെക്സിൻ്റെ. നിഫ്റ്റി ആൻഡ് നമ്മുടെ സെൻസെക്സ് ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഇത് റെസിസ്റ്റൻസ് ആയി 1, 2, 3, 4, 5 ഡയഗണൽ പാറ്റേൺ. യെസ്, ഓക്കെ, ഗുഡ്. ഇനി നമുക്ക് ഇതിൻ്റെ സപ്പോർട്ട്സ് ലെവൽ ഇത് ഇങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ. 23.60% പെർഫെക്റ്റ്ലി മാർക്ക്ഡ് ആണ് കണ്ടോ. സോ ഇതാണ് ഇതിൻ്റെ ഫർദർ സപ്പോർട്ട്സ്. ആൻഡ് അതുകൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 38.0% ആൻഡ് 50% ബാക്കി നിങ്ങൾ തന്നെ മാർക്ക് ചെയ്തേക്കണം കേട്ടോ. 50% ആണ് ഫോർ ദ ലെവൽസ്. സോ മോസ്റ്റ്ലി ചാൻസസ് കൺസിഡറേഷൻ താഴേക്ക് വരേണ്ടതാണ്. ബുളിഷ്നെസ് ഇതിൻ്റെ അബവ് മാത്രം 77,500 അബവ് മാത്രമേ ബുളിഷ്നെസ് ഉണ്ടാവുള്ളൂ. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് നമുക്ക് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല, അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അന്ന് ഈ ഒരു ടൈപ്പ് ഓഫ് ഇതിൻ്റെ ഒരു ഡയഗണൽ പാറ്റേൺ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറും. ആൻഡ് പ്രൈസ് പെർഫെക്റ്റ്ലി സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്നുണ്ട്. കൺസൾട്ടേഷൻ ടു അപ്പാണ് ഇത് കാണുന്നുള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ ഇതിനകത്ത് പറയാനില്ല. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്.